പ്രസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആൻസേഴ്സ് ആയിരിക്കും അവിടെ കൊടുത്തിട്ടുണ്ടാവുക. അവിടേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അടുത്തത് സെക്കൻഡിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു LED ബൾബ് കത്തുന്നു. തേർഡ് താഴെ JB ഫോർടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഇലക്ട്രിക് മാച്ചിങ് ബോർഡാണ്. ഇപ്പോൾ ഇത് എവിടെയാണ് യൂസ് ചെയ്യുകയെന്ന് വെച്ചാൽ BEdന് പഠിക്കുന്ന കുട്ടികൾക്കും അതേപോലെ തന്നെ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കും പ്രൊജക്റ്റ് വർക്കിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് ഇലക്ട്രോണിക്സായിട്ട് ബന്ധമുള്ളവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇലക്ട്രോണിക്സിൽ ബന്ധമില്ലാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായ കാര്യമാണ്. അപ്പോൾ അത് നമുക്ക് ആർക്കും ഇലക്ട്രോണിക്സായിട്ട് യാതൊരുവിധ ബന്ധമില്ലാത്തവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനത് അവതരിപ്പിക്കുന്നത്. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഒരു ചാർട്ട് പേപ്പർ ഒരു കട്ടിയുള്ള ഒരു ബോർഡിൽ ഇതേപോലെ ഒട്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ LED ബൾബുകൾ വേണം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 3 വോൾട്ട് LED ആണ്. ഇതേപോലത്തെ LED ബൾബുകൾ വേണം. ബാറ്ററിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, 9 വോൾട്ട് ബാറ്ററി. പിന്നെ വേണ്ടത് ഒരു ബാറ്ററി കണക്ടർ. ഇതിൽ ഈ ബ്ലാക്ക് വരുന്നതാണ് മൈനസ്, ഇത് പോസിറ്റീവ്. പിന്നെ ഇത് 9 വോൾട്ട് ബാറ്ററിയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന LEDകൾ 3 വോൾട്ടാണ്. അപ്പോൾ 3 വോൾട്ട് ആയതുകൊണ്ട് ഈ 9 വോൾട്ടിനെ 3 വോൾട്ടാക്കി കുറയ്ക്കാൻ വേണ്ടി ഒരു റെസിസ്റ്റർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് 100 ഓംസ് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ റെസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ പറയാൻ അറിയില്ലെങ്കിൽ തന്നെ നിങ്ങൾ ഇലക്ട്രോണിക് ഷോപ്പിൽ പോയിട്ട് ഈ 9 വോൾട്ട് ബാറ്ററിയാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ അതിനെ ഒരു 3 വോൾട്ട് ബാറ്ററിയാക്കി കുറയ്ക്കാൻ വേണ്ടുന്ന റെസിസ്റ്റൻസ് പറഞ്ഞാൽ മതി. അപ്പോൾ അവർ നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് ഈ സാധനം നിങ്ങൾക്ക് തരും. ഇത് 100 ഓംസ് റെസിസ്റ്ററാണ്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യിക്കുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇതൊരു റിബേറ്റാണ്. ഈ റിബേറ്റ് നമുക്ക് ഫാൻസി ഷോപ്പുകളിലും അതുപോലെ ഈ ചെരുപ്പ് കാര്യങ്ങൾ ബാഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഷോപ്പുകളിലും അവരുടെ അടുത്ത് നിന്നൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇത് ഏതെങ്കിലും ചെറിയ ഹാർഡ്വെയർ ഷോപ്പിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇത് ഒരു സൈഡിൽ ഇതിൽ പിന്നെ ആണി പോലെയായിരിക്കും. അത് നമ്മളിങ്ങനെ ഇതിലേക്ക് തള്ളിക്കയറ്റുക, ഈ ചാർട്ട് പേപ്പറിൽ തള്ളിക്കയറ്റുക. അതിനുശേഷം അതിൻ്റെ ലെഗുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി വയ്ക്കുക. അപ്പോൾ ഇതേപോലെ ഇത് ടൈറ്റായി നിൽക്കും. ഇതിലാണ് നമ്മൾ ഇവിടെ ഒരു കോണ്ടാക്റ്റ് കൊടുക്കുന്ന സമയത്ത് ബാക്കിൽ വയറിങ് ചെയ്തതിലൂടെ ഒരു LED ഇവിടെ പ്രകാശിക്കുന്നു. അങ്ങനെയാണ് ഈ ക്രോസ് മാച്ചിങ് നടക്കുമ്പോഴാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ എവിടെയാണോ എന്നുള്ളത് അവിടെയാണ് നമ്മൾ ഇതിൻ്റെ ഈ LED കണക്ഷൻ കൊടുക്കുന്നത്. ഈ അവിടെ ചാർട്ടിൽ കോളങ്ങൾ വരച്ചതിന് ശേഷം അതിനുശേഷം നമ്മളിവിടെ റിബേറ്റ് ഉറപ്പിച്ചിരിക്കുന്നു. അതിനുശേഷം ഇതിൻ്റെ വലതുഭാഗത്തുള്ള കോളങ്ങളിൽ ഈ LED ഇവിടെ നിൽക്കുന്നതിന് വേണ്ടിയുള്ള ഹോൾസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഈ ബോർഡിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് 2 ഹോൾസ് ഇടുക. അതിനുശേഷം അപ്പോൾ ഞാനിത് ഇങ്ങനെ നമ്മളിതിലേക്ക് ഇട്ടതിന് ശേഷം ഇവിടെയാണ് നമുക്ക് ബാറ്ററി ഈ ബാറ്ററി ഇവിടെ ഇങ്ങനെ ഉറപ്പിക്കാൻ പറ്റും. കാണുന്നുണ്ട് അല്ലേ? ഈ ബാറ്ററി നമുക്കിവിടെ ഇങ്ങനെ ഉറപ്പിക്കാൻ പറ്റും. ഈ ബാറ്ററിയുടെ നെഗറ്റീവ് വയറിലേക്ക് റെസിസ്റ്ററിൻ്റെ ഒരു ലെഗ് നമ്മളിവിടെ പിരിച്ച് വയ്ക്കുന്നു. ഈ വയറുമായിട്ട് നമ്മൾ പിരിച്ചു വയ്ക്കുന്നു. എന്നിട്ട് അതിനുശേഷം ഇതുപോലുള്ള ഒരു ചെമ്പ് കമ്പി എടുത്തതിന് ശേഷം നമ്മളിങ്ങനെ ഈ സൈഡിൽ ഇവിടെ നമുക്ക് വേണ്ടതായ എത്രയാണോ കോളങ്ങൾ അതനുസരിച്ചുള്ള LED ബൾബ് നമ്മളിവിടെ ഫിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ LED ബൾബ് ഫിറ്റ് ചെയ്യുന്നുണ്ട്. LED ബൾബിൽ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഈ ബാറ്ററിയുടെ നെഗറ്റീവും പോസിറ്റീവും കാണിച്ചു തരാം. ഇത് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ബാറ്ററിയുടെ നെഗറ്റീവും പോസിറ്റീവും തിരിഞ്ഞു കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യില്ല. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ബാറ്ററി ഇട്ടതിന് ശേഷം ഇതിൻ്റെ നെഗറ്റീവ് കൊടുക്കേണ്ട ലെഗ് ഉണ്ട്, ആനോടും കാതോടും ഉണ്ട് ഈ LED. അതിൽ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ LED പ്രകാശിക്കുന്നുണ്ട്. നേരെ തിരിച്ചു കൊടുത്താൽ ഇത് പ്രകാശിക്കില്ല. അപ്പോൾ അത് ആനോടും കാനോടും കറക്റ്റായിട്ട് കൊടുക്കണം. അത് നെഗറ്റീവും പോസിറ്റീവും എന്നുള്ള രീതിയിൽ നിങ്ങൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ അത് തിരിച്ച് കൊടുത്താൽ മാത്രമേ അത് പ്രകാശിക്കുകയുള്ളൂ. അപ്പോൾ അത് മനസ്സിലായി വിചാരിക്കുന്നു.
ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. അപ്പോൾ കൊടുത്തതിന് ശേഷം അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഈ ഇതിലേക്ക് എല്ലാ LED-കളും ഇങ്ങനെ ഇതിലേക്ക് ഇവിടെ കൊടുക്കുന്നു. എല്ലാ LED-കളും ഇങ്ങനെ നമ്മൾ ഇതിൽ ഉറപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ലെഗുകൾ മടക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഈ ഭാഗത്ത് നെഗറ്റീവ് വരുന്ന പോലെയാണ് കൊടുത്തിരിക്കുന്നത്, എല്ലാം നെഗറ്റീവ് വരുന്ന പോലെ. അപ്പോൾ ഇത് നമുക്ക് കോമൺ ആയിട്ട് ഇവിടുന്ന് ഈ ചെമ്പ് കമ്പി ഷോർട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ഇതിങ്ങനെ കൂട്ടി പിരിച്ച് എടുത്തതിന് ശേഷം ഇത് എല്ലാം വരുന്ന ഇതിൽ കോമൺ ആയിട്ട് നമ്മളിങ്ങനെ കൊടുക്കുന്നു, നമ്മളിങ്ങനെ കൂട്ടി പിരിച്ച് കൊടുക്കുന്നു. അതിനുശേഷം ഇതിൽ നിന്നും ഒരു ഈ റിബേറ്റിലേക്ക് ഓരോ കണക്ഷൻസ് നമ്മൾ കൊടുക്കുന്നു. അത് ക്രോസ് മാച്ചിങ് ആയിട്ട് കൊടുക്കും. നേരെ നേരെ കൊടുക്കണ്ട, ഒന്ന് ഇവിടെ നിന്ന് നേരെ ഇവിടേക്ക് കൊടുക്കാം, അടുത്ത് ഇവിടേക്ക് ഇങ്ങനെ കൊടുക്കാം. അങ്ങനെ ക്രോസ് മാച്ചിങ് ആയിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻസ് ഞാൻ കൊടുത്തു. ഇത് നമുക്ക് ചെയ്യുന്നതിന് സോൾഡറിങ് ആണോ കാര്യങ്ങളൊന്നും വേണ്ട, നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് പിരിച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. അതിനുശേഷം ഇതിൻ്റെ ലെഗ് ഒന്ന് മടക്കി വയ്ക്കുക. ഇങ്ങനെ വയറിങ് ചെയ്തതിന് ശേഷം ഒരു സെല്ലോ ടേപ്പ് വെച്ച് നമുക്കിത് ഇളകി പോകാതിരിക്കുന്നതിന് വേണ്ടി വൃത്തിയായിട്ട് ഒട്ടിക്കാം. അപ്പോൾ നമ്മൾ ബാറ്ററിയുടെ നെഗറ്റീവ് വരുന്നത് ഒരു റെസിസ്റ്റൻസിലൂടെ കണക്ട് ചെയ്ത് ഈ LED-യുടെ നെഗറ്റീവ് കാലിലേക്ക്, അതായത് മൈനസ് വോൾട്ട് വരുന്ന കാലിലേക്ക് നമ്മളെല്ലാം ഒരു വയർ വെച്ച് ഷോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് വൃത്തിയായിട്ട് ഇതേപോലെ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ടേപ്പ് ഒട്ടിച്ച ശേഷം ഇത് പറഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ്. അതിനുശേഷം ഇതേപോലെ ഒരു വയർ എടുത്തതിന് ശേഷം നമ്മൾ നേരെ ക്രോസ് മാച്ചിങ് ആയിട്ട് വരുന്ന ഒരു പോളിലേക്ക്, ഈ ഒരു കോളത്തിലേക്ക് ഇതിലേക്ക് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ പോസിറ്റീവ് വയർ ഇതിൽ നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെയുള്ള LED പ്രകാശിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ LED-യുടെ പോസിറ്റീവ് ലെഗ് ഞാൻ ഈ റിബേറ്റിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഈ റിബേറ്റിലേക്ക്. അപ്പോൾ ഈ റിബേറ്റിലേക്ക് പോസിറ്റീവ്, ബാറ്ററിയുടെ പോസിറ്റീവ് നമ്മൾ ഇവിടെ ടച്ച് ചെയ്യുന്ന സമയത്ത് ഇത് ബാറ്ററിയുടെ പോസിറ്റീവ് വയറാണ്. ഈ ബാറ്ററിയുടെ പോസിറ്റീവ് വയർ ഞാനിവിടെ വേറെ വയറായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ ജോയിൻ ചെയ്താണ് നടന്നത്. അത് ഞാൻ നേരെ എടുത്ത് ഇതിലേക്ക് നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ LED പ്രകാശിക്കും. കണ്ടോ, ഇതിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ഈ LED പ്രകാശിക്കും. കാണാൻ വിചാരിക്കുന്നു, ഇതാ ഈ LED പ്രകാശിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ വയറിങ് വരുന്നത്. ഇനി ഇതെല്ലാം നമുക്ക് വയർ ചെയ്തതിന് ശേഷം ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതോടുകൂടി ഈ വയർ ഇങ്ങനെ ജോയിൻറ്റ് ചെയ്തതിന് ശേഷം ഇതിൽ ഫ്രണ്ട് വഴിയാണ് നമ്മൾ കോണ്ടാക്റ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഹോൾസ് കൂടെ നമ്മൾ ഇതിനുള്ളിൽ കൂടെ ഇട്ടതിന് ശേഷം, ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇതുമായിട്ട് കൂട്ടി യോജിപ്പിക്കുക, ഈ വയറായിട്ട് കൂട്ടി യോജിപ്പിക്കുക. അതിനുശേഷം അതും വൃത്തിയായിട്ട് വിട്ടുപോകാത്ത രീതിയിൽ ഒരു ടേപ്പ് വെച്ച് ഇവിടെ ഒട്ടിക്കുക. അങ്ങനെ വയറിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയറായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓരോ LED-യുടെ പോസിറ്റീവ് വരുന്നത് നേരെ നമ്മൾ ഈ റിബേറ്റിലേക്കാണ് എടുത്തു കൊടുത്തിരിക്കുന്നത്. എല്ലാം ഓരോ ക്രോസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അതിനുശേഷം നമ്മൾ നോക്കൂ, ഇവിടെ ഈ ഒരു പോയിന്റിൽ ഇവിടെ നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് ഒരു LED പ്രകാശിക്കുന്നത് കാണാം. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് വേറെ സ്ഥലത്ത് LED പ്രകാശിക്കുന്നത് കാണാം. അതേപോലെ ഇവിടെ ഇനി ടച്ച് ചെയ്യുന്ന സമയത്ത് വേറെ LED പ്രകാശിക്കുന്നത് കാണാം, ഇവിടെ പ്രസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇത്രയാണ് ഇതിൽ വരുന്നത്. ഇനി ഇവിടെ ഇതിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എഴുതി അത് മാച്ച് ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത ശേഷം ഇതേപോലെ തന്നെ ഇതിൻ്റെ ബേക്കിലും ഇതേപോലെ ഒരു കാർഡ്ബോർഡ് കൊണ്ട് ഇങ്ങനെ മറച്ചതിന് ശേഷം ഇതിനെ വൃത്തിയായിട്ട് ടേപ്പ് വെച്ച് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ മാച്ചിങ് ബോർഡ് വർക്ക് കംപ്ലീറ്റായി. അപ്പോൾ ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസുമായിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും
സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. താങ്ക്